അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു അതിപ്രാധാന്യം അർഹിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കല്യാണം. ഈ കല്യാണം എന്നുള്ളത് നമ്മുടെ മൊത്തം ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതി, ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് നേട്ടങ്ങൾ, അനേകം ആരോഗ്യപരമായ ഫലങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് പല വിഷയങ്ങളിലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കല്യാണം എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം ലഭിക്കുന്ന, സുഖം ലഭിക്കുന്ന, നമ്മുടെ മനസ്സിനും അതേപോലെ ഏറ്റവും കൂടുതൽ ആരോഗ്യം ലഭിക്കുന്ന, സുഖം ലഭിക്കുന്ന ഒരു കാര്യമാണ് കല്യാണം. കല്യാണം രണ്ട് ഇനമാണ്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. കല്യാണം എപ്പോഴും പോസിറ്റീവ് ആകണം, ഒരിക്കലും നെഗറ്റീവ് ആകരുത്. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് എന്ന് ഞാൻ വിശദമായി അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന 10-12 മിനിറ്റ് ഉള്ള ക്ലാസ് നന്നായി കേൾക്കണം. ഈ പോസിറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. അതിനെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഈ മാരേജിനെപ്പറ്റി, കല്യാണത്തെപ്പറ്റി സൂറത്തുൽ ബഖറയിൽ 221, 235 എന്നീ ആയത്തുകളിലും സൂറത്തുൻ നിസായിലെ 3, 4, അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 19, 20, 21, 22, 23, 24, 25 ആയത്തുകളിലും സൂറത്തുൻ നൂറിൽ 32, 33, അഹ്സാബിൽ 49, അൽ ഫുർഖാനിൽ 74, അംബിയായിൽ 89, റൂമിൽ 21 ഇത്തരം സ്ഥലങ്ങളിൽ അല്ലാഹു തആല കല്യാണത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അവസാനമായി ഞാൻ പറഞ്ഞ സൂറത്ത് റൂമിലുള്ള 21-ാമത്തെ ആയത്തിനെ പറ്റിയാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും വിശദീകരിക്കുന്നത്. ആ ആയത്ത് മാത്രം ഞാൻ ഇപ്പോൾ ഇവിടെ ഓതുന്നു. അടുത്ത ക്ലാസ്സുകളിലാണ് അതിൻ്റെ വിശദീകരണങ്ങൾ ഒക്കെ. അല്ലാഹു തആല പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് അല്ലാഹു തആല ഇണകളെ നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു പറഞ്ഞു.
ദൃഷ്ടാന്തം എന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ അർത്ഥം തന്നെ അതിനെപ്പറ്റി ധാരാളം ചിന്തിക്കാനും പഠിക്കാനും റീസർച്ച് ചെയ്യാനും ഉണ്ട് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്തിനായത് ലിതസ്കുനു ഇലൈഹ, അത് മുഖേന നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി. സമാധാനമായ എല്ലാ സമാധാനങ്ങളും കിട്ടുന്നത് ഈ കല്യാണത്തിലൂടെയാണ്, ഈ പോസിറ്റീവ് കല്യാണത്തിലൂടെയാണ്, നെഗറ്റീവിലല്ല. അത് എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നു. വജാല ബൈനക്കും മവദ്ദത്തം വറഹ്മ, അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ അള്ളാഹു തആല അങ്ങേ അറ്റത്തെ സ്നേഹവും അതേപോലെ തന്നെ ദയയും കൃപയും അള്ളാഹു ഉണ്ടാക്കി. എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ കല്യാണത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, അതിനെപ്പറ്റി നന്നായി പഠിക്കുന്നവർക്ക്, റീസർച്ച് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. 2 സ്ഥലത്ത് അള്ളാഹു തആല ഈ ആയത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന്. അതിൻ്റെ അർത്ഥം ഈ കല്യാണത്തിനെപ്പറ്റി നന്നായി നിങ്ങളൊന്ന് പഠിക്കണം, അതിനെ നന്നായി നിങ്ങളൊന്ന് അറിയണം അതിനെപ്പറ്റി. അത് എന്താണ്, അതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടമുള്ളത്, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തെല്ലാം ആരോഗ്യങ്ങൾ ലഭിക്കുന്നു. ഇനി നെഗറ്റീവ് മാരേജ് ആയാൽ, നെഗറ്റീവ് കല്യാണമാണെങ്കിൽ അത് മുഖേന നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തെല്ലാം ദോഷങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പഠിക്കണം എന്ന് അല്ലാഹു പറഞ്ഞു. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിലാ പറയുന്നത്, ഈ കല്യാണം എന്നുള്ളത് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എടുപ്പാണ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നാണ് അർത്ഥം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ദാരിദ്ര്യത്തെ പേടിച്ച് കല്യാണത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, കല്യാണം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ പറ്റി തെറ്റിദ്ധരിച്ചു. ദാരിദ്ര്യം പേടിച്ച് കല്യാണം വേണ്ട, ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിയില്ല എന്നൊരാൾ ചിന്തിച്ച് അതിനെ ഉപേക്ഷിക്കുന്നു. അവൻ അള്ളാഹുവിനെ പറ്റി തെറ്റിദ്ധരിച്ചു. അതൊക്കെ തരുന്നത് റബ്ബാണ്. കല്യാണം കഴിച്ചെങ്കിലും കഴിച്ചില്ലെങ്കിലും ഭക്ഷണമൊക്കെ തരുന്നത് റബ്ബാണ്. അതിനെ പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഹദീസുകൾ ഓതാതെ അർത്ഥം മാത്രം പറയുന്നത്, ഹദീസും കൂടി ഓതിയാൽ പിന്നെ ക്ലാസ് നീളും. അതുകൊണ്ടാണ് ചുരുക്കിയിട്ട് അർത്ഥം പറയുന്നത്. ഒരാൾ കല്യാണം കഴിച്ചാൽ അവൻ അവൻ്റെ ദീനിൽ പകുതിനെയും കാത്ത് മറ്റുള്ള പകുതിയെ അവൻ കാത്തുകൊള്ളട്ടെ എന്ന് ഹദീസുണ്ട്. സാധാരണ നിക്കാഹിൻ്റെ ഖുതുബയിലൊക്കെ ഓതുന്ന ഹദീസ് മറ്റൊരു ഹദീസ്. അതായത് കല്യാണം കഴിച്ചാൽ അവൻ ദീനിൽ 3/1 കാത്ത് എന്ന്, മറ്റൊരു ഭാഗം അവൻ കാക്കട്ടെ എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നിക്കാഹ് എൻ്റെ സുന്നത്താണ്, അതിനെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഹദീസ് തന്നെ ഓതുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഓതാനും അതിൻ്റെ അർത്ഥങ്ങൾ വിവരിക്കാനും ഉണ്ട്.
ഞാൻ ചുരുക്കി പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ കല്യാണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവരവരുടെ കഴിവ് പോലെ കല്യാണം കഴിക്കേണ്ടതാണ്. ഇതിൽ എന്തൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്. അത് പോസിറ്റീവ് നല്ല മാരേജ് ആണെങ്കിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ അങ്ങേ അറ്റത്തെ സ്നേഹവും അങ്ങേ അറ്റത്തെ കൃപ ദയയും ഉള്ള ആ കല്യാണമാണെങ്കിൽ അള്ളാഹു പറയുന്നു അവന് സമാധാനമുണ്ട്. തീർച്ചയായും സമാധാനമുണ്ട്, അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അത് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്, എന്തൊക്കെ രോഗങ്ങളെ അത് തടുക്കുന്നു, അത് തടയുന്നു, എന്തൊക്കെ നമുക്ക് ആരോഗ്യ ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് വിശദമായി അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ നന്നായി കേൾക്കുക. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയുവാനും കേൾക്കുവാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.